ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും മറക്കരുത്. മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ റോസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് മട്ടൻ വേവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും എണ്ണ ഒഴിച്ചേക്കുന്നത്. ഇത് കുക്കറിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ എൻ്റെ കുക്കർ ചെറുതായ കാരണം കാണിക്കാൻ ബുദ്ധിമുട്ടായ കാരണം വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ ചെയ്യുന്നതാണ്. എണ്ണ ചൂടായിട്ട് 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തീ ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലാണ് ഇട്ടേക്കുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു 5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. ഞാൻ അത് ചേർക്കാൻ വിട്ടുപോയതാണ്. താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി, ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ. സവാള പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്. ചെറിയ വെളുത്തുള്ളി കാരണമാണ് കേട്ടോ 10 എണ്ണം ചേർത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. സവാള എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നുറുക്കിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതലിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത്രയും വഴന്ന് വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം എപ്പോഴും പൊടികൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതേറെ നമ്മൾ ഉപ്പിട്ട് കൊണ്ടിരുന്നില്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്ന് ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇത് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇത് കുക്കറിലോട്ട് മാറ്റണം. 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വന്നിട്ട് ഫുള്ള് പ്രഷർ പോയിട്ട് തുറക്കാം. ഇപ്പോൾ മട്ടൻ വെന്തിട്ടുണ്ടാവും. ഇനി മട്ടൻ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി ഇത് തേങ്ങ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം, കുറേ വെള്ളം വേണ്ട, പാല് പോലെ വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി.
4 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ തീ ഓഫാക്കിയില്ലായിരുന്നു. ഒരു 10-20 മിനിറ്റ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു കുക്കറിൽ വേവിച്ചത് ഈ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ മട്ടൻ വെന്തിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വെള്ളമൊന്ന് വറ്റിക്കോട്ടെ. ഇതിപ്പോൾ കുക്കറിൽ തന്നെ വെക്കാവുന്നുള്ളൂ. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായ കാരണം ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെന്നുള്ളൂ. അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചാലും മതി. ഇത് നമ്മുടെ മട്ടൻ കറി നന്നായി തിളച്ചു വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം. പിന്നെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കി കുറച്ച് വേപ്പിലും കൂടി ഞാൻ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് മട്ടൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.